ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ഫ്രം ദ ഗിവൺ ഡാറ്റ the Q value of the following reactions and state whether the reactions are exothermic or endothermic. ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. 1H1 plus 1H3 equal to 1H2 plus 1H2. ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണോ എൻഡോതെർമിക് റിയാക്ഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഹീറ്റ് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സോതെർമിക് എന്ന് പറയും. ഹീറ്റ് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എൻഡോതെർമിക്. സോ ക്യൂ വാല്യൂ കണ്ടാൽ മതി, എത്ര ഹീറ്റ് എനർജി ഡെവലപ്പ് ആവും. ക്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സോതെർമിക്, അത് ബൈ ഹാർട്ടാക്കിയാൽ മതി. ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ ക്യൂ പോസിറ്റീവ് ആണ്, ക്ലിയർ. ദ ഹീറ്റ് എനർജി ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന ക്യൂ ഹീറ്റ് എനർജി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സോതെർമിക്, നെഗറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക്. സോ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക. ഡെൽറ്റ എം. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള മാസ് മൈനസ് റൈറ്റ് സൈഡിലുള്ള മാസ്, ക്ലിയർ. അതാണല്ലോ മാസ് ഡിഫക്റ്റ്. ലെഫ്റ്റ് സൈഡിലുള്ള മാസ് എം ഓഫ് 1H1 പ്ലസ് എം ഓഫ് 1H3, ഇതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന മാസ്, മൈനസ് റൈറ്റ് സൈഡിൽ വരുന്ന മാസ്. റൈറ്റ് സൈഡിൽ വരുന്നത് എം ഓഫ് H12 പ്ലസ് അഗെയിൻ എം ഓഫ് H12. ലെഫ്റ്റ് സൈഡിലുള്ള മാസ് മൈനസ് റൈറ്റ് സൈഡിലുള്ള മാസ്. മാസ് ഓഫ് എ സിംഗിൾ ന്യൂക്ലിയൈ, മാസ് ഓഫ് ദ സിംഗിൾ ന്യൂക്ലിയസ്. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക, മൈനസ് റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. ഇത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എം ഓഫ് 1H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്രോട്ടോൺ ഉള്ള ഹൈഡ്രജൻ ആറ്റം. ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണല്ലോ. 1H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1H1ൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്. ഈ താഴെ കാണിച്ചിരിക്കുന്നതാണല്ലോ നമ്പർ ഓഫ് പ്രോട്ടോൺ. 1H1ൽ ഒരു സിംഗിൾ പ്രോട്ടോണേ ഉള്ളൂ. ന്യൂട്രോണ് 0 ഡിഫറൻസ് എടുത്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ആകെ ഒരു സിംഗിൾ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. അപ്പോൾ ഇത് ഒരു പ്രോട്ടോണിൻ്റെ മാസ് എടുത്താൽ മതി. ഇതൊരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ്, ഹാവിങ് സിംഗിൾ പ്രോട്ടോൺ ഓൺലി. അപ്പോൾ മാസ് ഓഫ് ആറ്റോമിക് മാസ് ഓഫ് എ പ്രോട്ടോൺ അത് നമുക്ക് ക്വസ്റ്റ്യൻ തരും. ഇവിടെ തന്നിട്ടില്ലെങ്കിലും നമുക്കത് പ്രോബ്ലത്തിൽ തരുന്നതാണ്. ആറ്റോമിക് മാസ് ഓഫ് എ സിംഗിൾ പ്രോട്ടോൺ അത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടെ തന്നിട്ടില്ലെങ്കിലും അത് നമുക്ക് തരും. മാസ് ഓഫ് എ സിംഗിൾ പ്രോട്ടോൺ 1.007825 ആറ്റോമിക് മാസ് യൂണിറ്റ്. മാസ് ഓഫ് 1H3 ഇത് യൂണിറ്റ് ആണ്, ആറ്റോമിക് മാസ് യൂണിറ്റ്. മാസ് ഓഫ് 1H3 അത് തന്നിട്ടുണ്ട് 3.01609 മൈനസ് ഇവിടെ വരുമ്പോൾ നമുക്ക് 2 ടൈംസ് എഴുതിയാലും കുഴപ്പമില്ല. ദിസ് നമ്പർ പ്ലസ് സെയിം നമ്പർ ആയതുകൊണ്ട് 2 ടൈംസ് എന്ന് എഴുതാമല്ലോ. 2 ടൈംസ് മാസ് ഓഫ് 1H2 2.014 അല്ലേ, 2.014102 ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല, ചെയ്തു നോക്കിക്കോളൂല്ലോ അല്ലേ. ചെയ്തു വരുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതാണ്, മൈനസ് ഓഫ് 0.00433 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നായിരിക്കും കിട്ടുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതാണ് മാസ് ഡിഫക്റ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മാസ് മൈനസ് റൈറ്റ് സൈഡിലെ മാസ് ചെയ്തപ്പോൾ നെഗറ്റീവ് നമ്പർ വന്നു. ഓക്കെ, നമ്മൾ ക്യൂ കാണാനുള്ള ഫോർമുല, ക്യൂ വാല്യൂ എത്ര ഹീറ്റ് എനർജി റിലീസായി എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം 1 ആറ്റോമിക് മാസ് യൂണിറ്റ് കറസ്പോണ്ടിങ് ടു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഇക്വലൻ ടു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ്. സോ -0.00433 U എത്ര എനർജിയാണ്?
minus 0.00433 into 1U equivalent to 931.5 mega electron volt. ശരിയല്ലേ? ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന വാല്യൂ ഞാൻ ഇവിടെ എഴുതാം, -4.0334 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് നെഗറ്റീവാണ്, ശരിയല്ല? ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഹീറ്റ് റിലീസല്ല ചെയ്യുന്നത്, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ക്യൂ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സോതെർമിക്, അത് ബൈ ഹാർട്ടാക്കി വെക്കാം. ഇവിടെ ക്യൂ വാല്യൂ നെഗറ്റീവാണ്, അതുകൊണ്ട് എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ. ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ?